ബന്ധങ്ങൾ രസകരമാക്കണം. ഇടക്കിടക്ക് കുടുംബങ്ങൾ കൂടണം. അയൽപ്പക്കത്തായിരിക്കും നമ്മളെ കുടുംബമൊക്കെ ഉണ്ടാകുക. അവരൊക്കെ സ്നേഹപൂർവ്വം കഴിയണം. ഒരിക്കലും ഒരു കുനിഷ്ടോ കുശുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകരുത്. ഒരു പിലാവ് ഇങ്ങനെ വളർന്നു വന്നിട്ട് അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ 4 കൊല്ലം തിരക്ക്. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് ഞാൻ പുതിയ തലമുറയിലെ കുട്ടികളെ അഭിനന്ദിക്കുന്നു. പുതിയ തലമുറയിലെ കുട്ടികളുണ്ടല്ലോ, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ എത്ര മനോഹരമാണെന്നറിയോ? 1 സെന്റിന് വേണ്ടി ഒരുപാട് വഴക്കടിച്ചവരാ നമ്മുടെ തലമുറക്കാർ. ഈ ഇരിക്കുന്നവരെന്നെല്ലാം പറഞ്ഞു നമ്മുടെ ആ പ്രായക്കാര്. പക്ഷേ 1 സെന്റിന് വേണ്ടി ഇനി ഒരിക്കലും ഈ കൂട്ടരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാർ, അവര് വഴക്കടിക്കില്ല. കാരണം ഒരിക്കലും നിങ്ങളിത് പ്രതീക്ഷിക്കണ്ട. അവർക്ക് വീട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെന്തിനാ 1 സെന്റ് എന്നതാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പിന്നെയുമുണ്ട് പ്രത്യേകത. ഞാൻ പഴമക്കാരെ ധിക്കരിക്കല്ല. ഇപ്പൊ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഈ ഭാഗമാണ്, അങ്ങോട്ട് പോയാൽ ചമ്രവട്ടമാണ്, ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയാൽ പൊന്നാനിയാണ്, ഇങ്ങോട്ട് പോയാൽ ആലത്തൂരാണ്. അവിടെയൊക്കെ ഫ്രൂട്ട് ഷോപ്പിന്റെ മേലെ ഇങ്ങനെ ഒരു താർപ്പായ വിരിച്ചോണ്ടാ പോവുക. അതിൻ്റെ അടിയിൽ 300 രൂപ വിലയുള്ള മാംഗോസ്റ്റിന് ഇരിപ്പുണ്ട്. അതിൻ്റെ അടിയിൽ 250 രൂപ വിലയുള്ള വലിയ വലിയ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. ഒറ്റൊന്നു പോലും നഷ്ടപ്പെടൂല. എന്തുകൊണ്ടാണെന്നറിയോ? പുതിയ തലമുറയിലെ മക്കൾ കക്കുന്നവരെ അല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ആ കടക്കാര് ഫ്രൂട്ടിന്റെ മേലെ നേരെ ഇങ്ങനെ ഒരു താർപ്പായും ഇട്ടുകൊണ്ട് പോണത്. പണ്ടത്തെ കാലത്ത് തമാശക്കെങ്കിലും അതെടുത്ത് കണ്ട് അങ്ങോട്ടെങ്കിലും ഒന്ന് വലിച്ചെറിയും. ഞങ്ങളെ പറ്റിയല്ല പറഞ്ഞു കേട്ടോ. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. കക്കൊന്നുമല്ല, വെറുതെ അതെടുത്ത് കണ്ടാണ്ടൊന്നും അറിയാം. അതൊരു രസം കണ്ടെത്തുന്നിട്ട് അതിൽ. പുതിയ കുട്ടിയൊക്കെ അതിനൊന്നും നേരമില്ല. അവരാളുകളുടെ സാധനങ്ങളൊന്നും കേടെടുത്തൂല. അഥവാ ഏതെങ്കിലും കക്കണ ആളുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പുകവലിക്കാനോ കൊഞ്ചാവ് അടിക്കാനോ വേണ്ടിയിട്ടുള്ള കക്കലേ കക്കുള്ളൂ. അത്ര മോശക്കാരെ കക്കണവരുള്ളൂ, അല്ലാതെ സാധാരണ കുട്ടികളാരും കക്കണവരല്ല. പിന്നെ ഇപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് 200 ഉറുപ്പ്യൊക്കെ എടുക്കും. അതെന്തുകൊണ്ടാണെന്ന് പറയാം? ഇപ്പം കൊടുക്കാത്തത് കൊണ്ടാണ്. അതിന് കളവ് നിങ്ങൾ വല്ലാണ്ട് വിളിക്കണ്ട. ഇപ്പം ഇടയ്ക്ക് മുട്ടായിക്കും ചോക്ലേറ്റിനൊക്കെ കായ് കൊടുക്കണം. ഇപ്പം പള്ളിക്കൊക്കെ 50,000 കൊടുക്കും, 25,000 മദ്രസക്ക് കൊടുക്കും, വരുന്നവർക്കൊക്കെ 5,000 കൊടുക്കും, 10,000 കൊടുക്കും. മക്കൾക്ക് 5 പൈസയും കൊടുക്കാതെ പിസ്കി ഇങ്ങനെ ഇരിക്കും. അവിടെ മക്കൾക്കും വേണം കുറച്ചൊക്കെ കൊടുക്കുക. കൊടുത്ത് കേടെടുത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും സന്തുലിതമായി കൊടുക്കണം. എല്ലാവർക്കും സന്തുലിതമായി. നമ്മളെ മക്കൾക്ക് നല്ലൊരു മന്തി തിന്നണമെന്ന് തോന്നിയാൽ, പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ട്. വിരുന്നേര് വന്നാൽ നമ്മളിങ്ങനെ പ്ലേറ്റൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. ഞാൻ എൻ്റെ പേരത്തെ കഥയല്ല ഇപ്പം ഈ പറഞ്ഞു കേട്ടോ. നമ്മളമ്മൊക്കെ നല്ലോണം നമ്മളെ തീറ്റിച്ചിരുന്നു. നമ്മളിങ്ങനെ നോക്കിക്കും ഇവര് പോയിട്ടാണ് തിന്നാനെന്ന്. എന്നിട്ട് അവർ കാണാൻ അതെടുത്ത് കാണാൻ നേരെ പളുങ്കക്ക് തന്നെ കൊണ്ടിടണം. കുട്ടിയൊക്കെ പഴയ കാലത്ത് എന്തൊക്കെ നടന്നറിയാം. പഴയ കാലത്തെ കുറ്റപ്പെടുത്തല്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ നോക്കിക്കല ബിരിയാണിമക്ക് പോത്തോലം പോകുന്ന ആണുങ്ങൾ കാണാൻ അങ്ങനെ തിന്നണം. കുട്ടികളൊക്കെ ഇങ്ങനെ അലച്ചയോടുകൂടി നോക്കി നിൽക്കണം. അങ്ങനത്തെ ഒക്കെ ഒരു കാലം കഴിഞ്ഞു പോയി. എന്തൊരു ദുരന്തമായിരുന്നു അത്. കുട്ടികൾക്ക് കൊടുത്തിട്ട് മതി നമ്മക്ക്. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. കല്യാണപ്പേരയിൽ കുട്ടികളെ ലാസ്റ്റായി ഇരുത്തുക. ലാസ്റ്റ് അതെന്ത് സൈക്കോളജിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കാരണം കുട്ടിയൊക്കെ ആദ്യം കൊടുക്കണമെന്ന്. കുട്ടികളെ വിരലും ആ ഇരിക്കലും ആ തിന്നലും അതൊരു രസമല്ലേ. നമ്മൾ കുറേ തിന്ന് കഴിഞ്ഞവരാണ്. കുട്ടികൾ തിന്നട്ടെ, അവരൊന്ന് മുന്നോട്ട് കൊണ്ടുവരിക. അതേമാതിരി നമ്മളെ കുട്ടികൾ, ഇപ്പോൾ യുവാക്കളായ ആൾക്കാർ, അവർക്ക് പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതാണ്. ഇനി ഇവിടെ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ ഉപദേശിക്കല്ലേ. ഉളിയത്ത് ഫാമിലിയിൽ ഇനി കുടുംബസംഘം ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ടത് നിങ്ങൾ MIT മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തലാണ്. ഇപ്പൊ തെക്ക് ഭാഗത്തൊക്കെ ഞാൻ എല്ലാ ജില്ലകളിലും കുടുംബസംഗമത്തിന് പോകുന്ന ആളാണ്. അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുട്ടികളെ എന്ന് വെച്ചാൽ ഏകദേശം 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് പ്രത്യേക ഒരു എക്സാം ഉണ്ട്. MIT അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടെസ്റ്റ് എഴുതിപ്പിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ ഭാഗത്തേക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാൽ അതിനനുസരിച്ച് എന്താക്കണം, ആ കുട്ടികളെ തിരിച്ചുവിടണം. നമ്മളെ കുട്ടികളെ മാത്രമല്ല, നമ്മളെ കുടുംബത്തിലെ മൊത്തം കുട്ടികളെയും അങ്ങനെ ടെസ്റ്റ് എഴുതിയിട്ട് തിരിച്ചുവിട്ടാൽ ഡോക്ടർ ആകേണ്ടവർ ഡോക്ടറാകും, എഞ്ചിനീയർ ആകേണ്ടവർ എഞ്ചിനീയർ ആകും. അല്ലാതെ ഡോക്ടറാകാൻ ഒരു യോഗ്യതയില്ലാത്ത കുട്ടിനെ ചൈനയ്ക്കും പറഞ്ഞയച്ചെടുത്ത് എടുത്തുകാണ്ടോ അങ്ങനെ മേപ്പിട്ട് നോക്കി നടക്കണ്ട. അതിന് യോഗ്യതയുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ മതി. ഡോക്ടർ ആവലാണ് ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് എന്നൊരു ധാരണ നമുക്ക് വേണ്ട. അതിനും അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ കരിയറുണ്ട്.
കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറാകല ഏറ്റവും വലുത്. എല്ലാ രക്ഷിതാക്കൾക്കും ഇപ്പം അത് എൻ്റെ കുട്ടി ഡോക്ടറാകണം, എൻ്റെ കുട്ടി ഡോക്ടറാകണം. ഡോക്ടറാകേണ്ടവരായിക്കോട്ടെ, നല്ലത്. വിശ്വകരന്മാർ നല്ലതാണ്. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ നല്ല നല്ല ഡോക്ടേഴ്സ് കൊറോണ വന്നപ്പോഴൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിന് നമ്മൾ ഒരിക്കലും ഇകഴ്ത്തുന്നില്ല. പക്ഷേ അത് മാത്രമല്ല കരിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേറെയുമില്ലേ. അതിനേക്കാളൊക്കെ എത്ര ടോപ്പിലാണ് സിവിൽ സർവീസ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് റേഞ്ചിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തൽ. ഞാനത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതാകുന്നത് വരെ. ടോപ്പ് 10 യൂണിവേഴ്സിറ്റി, അതിൽ കാംബ്രിഡ്ജ് ഉണ്ട്, ഓക്സ്ഫോർഡ് ഉണ്ട്, ടെക്സസ് ഉണ്ട്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹാർവാർഡ് ഉണ്ട്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പസിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തണം. ഇതാപ്പോ MES കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകാം. MES കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഓഗസ്റ്റ് 15 ഞാനായിരുന്നു സംസാരിക്കാൻ വേണ്ടി പോയത്. അവിടെ ഞാൻ ഒരു സ്കൂളിനെ പറയല്ലോ, MES തിരൂര്. അവിടെ കുട്ടികൾ നല്ല രസകരമായിട്ട് അവരുടെ കുറേ ഓഗസ്റ്റ് 15 പ്രോഗ്രാമൊക്കെ നടത്തി സല്യൂട്ട് സ്വീകരിക്കുന്നതും അത് കൊടുക്കുന്നതൊക്കെ നമ്മൾ തന്നെയായിരുന്നു. അതിനുശേഷം അവരോട് 1.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. ആ സംസാരിച്ചു കൊണ്ടിരിക്കവേ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കുട്ടികളോട് ഏകദേശം ഇനി നിങ്ങൾ പോകേണ്ടത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്കാണ്, ഇനി നിങ്ങൾ പോകേണ്ടത് ഓക്സ്ഫോർഡിലേക്കാണ്, ഇനി നിങ്ങൾ പോകേണ്ടത് കാംബ്രിഡ്ജിലേക്കാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ സാറ് വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, സാർ കഴിഞ്ഞ വർഷം ഇവിടെ നിന്നൊരു കുട്ടി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഇനി നടക്കേണ്ടത്. കാരണം അത് ഏജൻസി മുഖാന്തരം പോകേണ്ടതല്ല. അത് കുട്ടികൾ ടെസ്റ്റുകൾ എഴുതി ആ ഷാർപ്പ് ലൈനിലേക്ക് കയറി പോകേണ്ടതാണ്. ഇനിയുള്ള കാലം അതാണ്. വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ചിലപ്പോൾ നമ്മളെ കുട്ടികൾ ലണ്ടനിലേക്ക്, കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്കൊക്കെ പഠിക്കാൻ പോകാറുണ്ട്. അവിടെ ഏറ്റവും താഴ്ന്ന യൂണിവേഴ്സിറ്റികളുടെ ദയവ് ചെയ്ത് അതിലേക്ക് നമ്മൾ പോകരുത്. ഫീസ് നോക്കിയിട്ടല്ല നമ്മൾ പോകേണ്ടത്. ചിലപ്പോൾ 10 ലക്ഷം 8 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞ ഫീസിൽ ലണ്ടനിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. നിങ്ങൾ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ക്യാമ്പസിലേക്ക് എത്താൻ നിങ്ങൾക്ക് പൈസയും ആവശ്യമില്ല, തലണ്ടായാൽ മതി. അതുകൊണ്ട് ഉന്നത കലാലയങ്ങളിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയാൽ, ഇപ്പോൾ UK നമ്മൾ പോകുന്നതെങ്കിൽ വലത്തെ ഭാഗത്ത് പാകിസ്ഥാനി ഉണ്ടാവും, ഇപ്പുറത്ത് നേപ്പാളി ഉണ്ടാവും, അപ്പുറത്ത് ആരുണ്ടാവും, പിന്നെ നമ്മുടെ ഇന്ത്യക്കാരനുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ നിന്ന് പഠിക്കേണ്ടി വരും. 150 രാജ്യക്കാരെങ്കിലുമുള്ള 100-ലേറെ രാജ്യക്കാരുള്ള ക്യാമ്പസിൽ പോയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് റസൽസ് ഗ്രൂപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകണം. വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തംഗതയിലേക്ക് നമ്മളെ കുട്ടികൾ കയറിപ്പോകണം. അത് നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധയാകണം. അതിന് വീട്, നമ്മുടെ പരിസരം സ്നേഹോഷ്മളമായിരിക്കണം. മാതാവ് ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന്. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കേൾക്കണം. മക്കളായ ഞങ്ങളോട് പറഞ്ഞതാണ് മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം. അത് മക്കളോട് പറഞ്ഞ വാക്കാണ്. മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം. മാതാക്കളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണമെന്നാണ്. മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ സ്വർഗാവൂലുണ്ടാകുക, നമ്മുടെ കാലിൻ്റെ ചോട്ട് നരകമായിരിക്കും ഉണ്ടാവുക. എങ്ങനെയെങ്കിലും ഒരു മാതാവായിട്ട് നമ്മളെ കാലിൻ്റെ ചോട്ട് സ്വർഗം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. എപ്പോഴും കുത്തിത്തീർപ്പുണ്ടാക്കി ആ മരോൾ അങ്ങനെ പറഞ്ഞ്, ഈ മരോൾ എങ്ങനെയും പറഞ്ഞ്, തസ്ബീഹമാരെ മരിക്കണ സമയത്ത് ആടി അനക്കാൻ കാണിച്ചരാടി എന്നും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് പെരുമാറുന്ന ഒരു ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിൽ സ്വർഗം ഉണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം. അതുകൊണ്ട് മക്കൾ അനുസരിക്കുന്നത് പോലെ മാതാക്കൾ അങ്ങോട്ട് നല്ല സ്നേഹം കൊടുക്കണം. 3 മക്കളുണ്ടോ? പണ്ടൊക്കെ മരിക്കാൻ നേരത്തെങ്കിലും ഉമ്മ പറയല്, നിങ്ങൾ നല്ലോണം കുഞ്ഞോനെ നോക്കണട്ടാ, ഓന നിങ്ങളെ കൂട്ടത്തിൽ ബലഹീനനിട്ടാന്നാണ്. പണ്ടത്തെ അമ്മമാരൊക്കെ അതാ പറയാ. ഒരു കുട്ടി കാലേറ്റ് വയ്യാത്ത കുട്ടിയുണ്ടെങ്കിൽ, ഒരു കുട്ടി കയ്യേറ്റ് വയ്യാത്ത കുട്ടിയുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് കരഞ്ഞോണ്ട് ആ പാവം മരിക്കുക. ഇന്നത്തെ ഉമ്മമാരൊക്കെ മാറി പൈസ ഉള്ള കുട്ടികളുടെ പിന്നാലെയാണ് ഇന്ന്. ഒരാളെടുത്ത് പൈസ ഇല്ല, അവൻ മാസത്തിൽ 5000 രൂപ പോലും കൊടുന്നേറിനില്ലെങ്കിൽ അവനെ വെറുക്കുകയും പൈസയുള്ള മക്കളുടെ പിന്നാലെ നടക്കുകയും ചെയ്യാൻ. നമ്മളെ ഒരു മോൻ്റെ വീട് വലിയ വീട്, ഒരാളുടേത് ചെറുത്. വലിയ വീട്ടിക്ക് മാത്രം പാർക്കാൻ പോവുക, ചെറിയ വീട്ടിക്ക് പോകൂല. ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ മക്കളും ഒരേപോലെയാണ്. എല്ലാ മക്കളിലേക്കും നമ്മൾ ഒരുപോലെ ചെല്ലണം. ചില ആളടുത്ത് സമ്പത്ത് ഉണ്ടാകാം, ചില ആളടുത്ത് ഉണ്ടാകില്ല. എല്ലാവരെയും തുല്യമായി കാണണം. ഇതേപോലെ എത്ര ഉയരങ്ങളിലെത്തിയാലും എവിടെ എത്തിയാലും മാതാപിതാക്കളുടെ സ്നേഹം നിലനിർത്തുകയും ചെയ്യണം. കുടുംബത്തിലേക്ക് കയറി വരുന്ന ഓരോ പെൺകുട്ടികളും, ഞാനത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, പാവങ്ങൾ എങ്ങനെയാ വരുന്നത്?
ആ പാവങ്ങൾ അവരുടെ അന്തരീക്ഷം വിട്ടിട്ട് വരികയാണ്. നിങ്ങളൊക്കെ അങ്ങനെ വന്നവരെന്നല്ലേ? നമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല ഒക്കെ അങ്ങനെ തന്നെയാണ്. കണ്ണൂർ ജില്ലയ്ക്ക് പോകുമ്പോഴാണ് അങ്ങോട്ട് പുതിയാപ്പള എടുക്കൽ. ഇവിടെയൊക്കെ എങ്ങനെയാണ്? ഈ പാവം പെൺകുട്ടി ഇങ്ങനെയാണ് പോവലാണ്. അപ്പോഴേക്കും അവൾക്ക് ആകെ അങ്കലാപ്പാണ്. അവിടെ പോയാൽ ഞാൻ എന്താവാം? ചിലപ്പോൾ കുട്ടൂശനെ പോലെയുള്ളൊരു അമ്മോശനും, ഡാഗിനിയെ പോലെയുള്ളൊരു അമ്മായിമ്മയും, വിക്രമനും മുത്തൂനും പോലെയുള്ള ഇളച്ചനും മൂത്തച്ഛനും, ഇതൊക്കെ ആയിരിക്കും ഇവളിങ്ങനെ പ്രതീക്ഷിക്കുക. അതാരാണെന്നുള്ളത് വയസ്സന്മാർക്ക് വല്ലാണ്ട് തിരിയില്ല, നിങ്ങൾക്ക് തിരിയും. ആ പേടിച്ചിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ സാധു സ്നേഹം കൊടുക്കണ്ടേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വല്ലാത്ത സ്നേഹമുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ പ്രണയം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് ഇസ്ലാം ഭയങ്കര ഡ്രൈ ആണെന്ന, അതൊക്കെ വളരെ തെറ്റാണ്. ഇസ്ലാം വളരെ ഊഷ്മളമാണ്. ഇങ്ങനെ കുടുസായി പോണ്ടതല്ല. ചില കുട്ടികളൊക്കെ ഇങ്ങനെ ദീനിൽ നിന്ന് അകലാനുള്ള കാരണം ഇസ്ലാം ഭയങ്കര കുടുസാന്നും പറഞ്ഞിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ പ്രണയം ആര് തമ്മിൽ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയമുണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. മവദ്ദത്തും വറഹ്മ, പ്രണയമുണ്ടാകണം, പിന്നെ കാരുണ്യവും. എന്താ അവിടെ കാരുണ്യം കൂട്ടിച്ചേർത്ത് പറയാൻ കാരണം? പ്രണയിച്ചിങ്ങനെ നടക്കണ സമയത്ത് നല്ല ബിസിനസ്സുള്ള ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടിയാകെ കടക്കാരനായി ഇരിക്കുമ്പോൾ നിങ്ങളെ കുട്ടികളായിക്കോളി ഞാൻ പോവാന്നും പറഞ്ഞ് പോകലല്ല. ആ പാവത്തിന്റെ തലയിൽ തലോടിയിട്ട് പറയണം, ഉള്ള കഞ്ഞിയും കുടിച്ച് നമുക്ക് കഴിയാം. പാവം പ്രവാസികൾ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാകും. അവർ കഷ്ടപ്പെട്ട് കഴിയാവിടെ. എപ്പോഴാ ജോലി നഷ്ടപ്പെടാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ശമ്പളം ചിലപ്പോൾ കിട്ടാതെ 6 മാസം കടം വാങ്ങിയിട്ട് വീട്ടിലേക്ക് അയക്കുന്നുണ്ടാകും. അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോ പന്താട്ടുന്നത് പോലെ പ്രവാസികളെ ആട്ടല്ലേ നിങ്ങൾ? അത് ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വറഹ്മ, കാരുണ്യം കാണിക്കണം അവരോട്. ഉള്ള സമയത്ത് നിങ്ങൾക്ക് തന്നതെല്ലാം ഇല്ലാത്ത സമയത്ത് തിരിച്ചു കൊടുക്കണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യ പാരലൈസ്ഡ് ആയി, ഭാര്യ ഇങ്ങനെ കുഴഞ്ഞു നടക്കുന്ന സമയം, കയ്യും കാലൊക്കെ ഇങ്ങനെയാണ്. ആൾക്കൂട്ടത്തിലൂടെ വേച്ചു നടക്കുമ്പോ അവിടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. അതായിരിക്കണം യഥാർത്ഥത്തിൽ കാരുണ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിന്നെ ഏറ്റവും നല്ല സ്നേഹവും അതോടൊപ്പം തന്നെ മക്കൾ പരസ്പരമുള്ള ധാരണയും. ജ്യേഷ്ഠനും മനിയനും അവനുണ്ടെങ്കിൽ സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോൾ ആ വീതിക്കുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മൾ ജ്യേഷ്ഠനെയും അനുജനെയും ഒരുപോലെ നോക്കാൻ അവരെ പഠിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? കുട്ടിക്കാലത്തെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ചാൽ നന്നാകും. അതൊരു മോശമായിട്ട് നിങ്ങൾ കാണേണ്ട. അറബികൾ എപ്പോഴും അങ്ങനെ കഴിക്കുക. അറബ് നാട്ടിൽ വരുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഫുട്ബോൾ നടന്ന സമയത്തും ഷെയ്ഖിന്റെ കൂട്ടത്തിലിരുന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള ഇന്റർനാഷണൽ താരങ്ങൾ അങ്ങനെ തന്നെ കഴിച്ചിട്ട് അവർക്കതൊരു അത്ഭുതമായിരുന്നു സംഭവം. വാർത്തകൾ വന്നിരുന്നു അവിടെ. അതുകൊണ്ട് അതൊരു മോശമായിട്ടൊന്നും കാണണ്ട. നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലാണ് ഇരുത്തുക. എന്നിട്ട് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക? പണ്ടൊക്കെ അങ്ങനെയാണ്. നമ്മളുമ്മാരൊക്കെ ചെയ്തിരുന്ന പണി അങ്ങനെ. ജ്യേഷ്ഠനെ എന്നെ പെങ്ങളൊക്കെ ഇവിടെ ഇരുത്തിയിട്ട് ഒരു ഉരുള എനിക്ക് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തരലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ പാവങ്ങൾ കഴിക്കാറുള്ളത്. ഇന്ന് സ്വന്തം കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ബാക്കി ഇങ്ങനെ തള്ളിവെക്കുന്ന ഉമ്മാരാ. അതുകൊണ്ട് കുറേ കഴിഞ്ഞാൽ ഉമ്മാരെ വൃദ്ധസദനത്തിലേക്ക് ഇങ്ങനെ തള്ളിയാണ്ട് വിടും നമ്മളെ കുട്ടികളും. നമ്മുടെ മക്കൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ നമുക്ക് പ്രയാസം. ഉമ്മ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ മക്കൾക്ക് പ്രയാസം. ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഞാൻ അങ്ങനെ തന്നെ കഴിക്കണമെന്ന് ഞാൻ പറയല്ല. പക്ഷെ അതിലൊരു സംസ്കാരമുണ്ട്. ഒരു കോഴിക്ക് 2 കാലല്ലേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പോവും. വട്ടത്തിലിരിക്കുന്ന ആൾക്ക് ഇത് ചെടുത്തോന്നറിയും, അത് ചെടുത്തോന്നറിയും, ഇതെടുത്ത് അങ്ങനെ കറങ്ങലുണ്ട്. അത് അതൊന്നും ഇല്ലെങ്കിൽ കാല് വേഗം കണ്ടൊരു എടുക്കലാണ്. അവസാനം പറമ്പ് വീതിക്കുമ്പോൾ, ഞാൻ ഈ കോഴിക്കാല് പറഞ്ഞ് വെറുതല്ല, പറമ്പ് വീതിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ പറയും, അത് ഇജ്ജെടുത്തടാ, എനിക്ക് 2 പെൺകുട്ടികളല്ലേ. ആ പറമ്പ് വെൻ കൊടുക്കുമ്പോൾ അല്ലടാ അത് ഇജ്ജെടുത്ത, എനിക്കത് മതി. ഇത് പറയും. ഇങ്ങനെ ചെറുപ്പത്തിൽ ചെയ്ത് ശീലിച്ചിട്ടുള്ള മക്കൾ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഷെയർ ചെയ്ത് ശീലമുള്ള കുട്ടികൾക്ക് ഏത് കിട്ടിയാലും തിരക്കടുണ്ടാവില്ല. അതില്ലാത്ത കുട്ടികൾക്ക് 1 സെന്റെങ്ങാനും മാറിയാൽ മതിലങ്ങണ്ട് കെട്ടിയിട്ട് സ്വന്തം ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ മക്കളെയും കൂടി ഇപ്പുറത്ത് വഴിയുണ്ടെങ്കിൽ ആ വഴി അടക്കുന്നവർ 5 സ്വന്തം ജ്യേഷ്ഠന് പോലും ഒന്ന് ഇങ്ങോട്ട് കടക്കണമെങ്കിലുള്ള വഴി അടക്കേണ്ട 5 കാലമാണ്. ഞാൻ ഇന്നടത്തു നിന്നൊന്നും പറയുന്നില്ല. അങ്ങനത്തെ മോശത്തരത്തിലേക്ക് നമ്മൾ പോകരുത്. സ്നേഹം നിലനിൽക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്നേഹമെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധമായ ദീന് നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങരുത്. ദീന് മാത്രമാണ് ഈ സംസ്കാരം നമുക്ക് തരിക. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും മരണമുണ്ട് എന്ന യാഥാർത്ഥ്യവും അത് കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന ബോധവും
ഉള്ള ആളുകൾക്ക് എപ്പോഴും ഇങ്ങനൊരു ജീവിതത്തിനെ പറ്റൂ. അല്ലാത്തവരൊക്കെ എങ്ങനെ അഹങ്കരിച്ച് മുന്നോട്ട് പോകും? ആ അഹങ്കാരത്തിൽ നിന്ന് മാറി കൃത്യമായ ദീനിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിശക്തമായി സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ഏതുപോലെ സ്നേഹിക്കണം എന്നറിയോ? ഇങ്ങനെ യുദ്ധഭൂമിയുടെ ഓടി നടന്ന അബൂ ദുജാനയെ പോലെ. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടാൻ ആരോ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദിന്റെ രണാങ്കണം ഇങ്ങോട്ട് വന്നുള്ള ആക്രമണമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വല്ലാത്ത പ്രയാസമുണ്ടാകുമെന്ന് കരുതി അവരെ തടയാൻ വേണ്ടി ആളെ വിട്ടതാണ്. പക്ഷേ കലുഷിതമായ അന്തരീക്ഷം. അവസാനം ഓടി ഓടി നടക്കണം അബൂ ദുജാന റളിയല്ലാഹു തആല. അപ്പോഴാ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിലേക്ക് വീണ് അവിടുന്ന് എഴുന്നേറ്റ് രക്തം ഇങ്ങനെ മുഖത്തിലൂടെ ഒലിക്കുന്നുണ്ട്. ആ സമയത്ത് രണ്ടാളുകൾ അമ്പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടി ചെന്നിട്ട് കെട്ടിയങ്ങണ്ട് പിടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അമ്പെയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്നാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല ആ പിടുത്തം തന്നെ പിടിച്ചു. അമ്പെയ്യുന്നവർ എഴുതുകൊണ്ടേയിരുന്നു. പുറത്ത് വന്നിട്ട് അമ്പുകൾ തറച്ചുകൊണ്ടേയിരിക്കാണ്. കൈകൾ കുഴയുന്നുണ്ട്, കാലുകൾ തളരുന്നുണ്ട്, ജീവൻ പോകുന്ന അവസ്ഥയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ഇല്ല റസൂലേ, നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾക്കൊന്നും വരില്ല എന്ന്. ഈ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ആ റസൂലുള്ളാഹിയുടെ മാതൃകാപരമായ ജീവിതം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ആ മാതൃകയിൽ ഏറ്റവും വലിയ മാതൃക ഏതാണെന്നറിയോ? എല്ലാ മനുഷ്യരെയും സ്നേഹിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹ് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോ അവിടെയുള്ള മുഴുവൻ ആൾക്കാരോടും പറഞ്ഞു, അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട്, അവിടുത്തെ ജൂത സമൂഹത്തോട്, നിങ്ങൾ കിതാബുകൾ എടുത്തു നോക്കുക, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക, എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ, എന്റെ പ്രിയപ്പെട്ട മറ്റു സഹോദരന്മാരെ, എന്റെ സമൂഹത്തിന് അമ്ന് കൊടുക്കുന്നതിനേക്കാൾ, എന്റെ സമൂഹത്തിന് നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. എന്റെ സമൂഹത്തിന് നീതി കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ നീതി തന്നിരിക്കും. ഇതാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. എല്ലാ സമൂഹത്തെയും സ്നേഹിക്കാനും എല്ലാവരെയും നന്നായി കാണാനും വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിലില്ലാതെ കാത്തു സൂക്ഷിക്കാനും എല്ലാ മനുഷ്യർക്കും വേണ്ടി പാതിരാവിൽ പ്രാർത്ഥിക്കാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്ന ഉത്തരവാദിത്വം നമുക്കാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ കയറിപ്പോകട്ടെ. മറ്റുള്ള ഡ്രഗ്സിന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും അതിൽ പെട്ടുപോകാതിരിക്കട്ടെ. സ്നേഹോഷ്മളമായ ജീവിതം നമ്മുടെ മക്കൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ കൊണ്ടുപോകട്ടെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് മക്കളെ മുത്തം കൊടുത്ത് വളർത്തുക എന്നതാണ്. മാതാക്കളും പിതാക്കളും ഇടക്കിടക്ക് മുത്തം കൊടുത്തേക്കണം, മക്കളെ ഇങ്ങോട്ട് തിരിച്ചും കൊടുത്തേക്കണം. അങ്ങനെ സുന്ദരമായ ഒരു ലോകം തീർക്കണം. അങ്ങനെ തീർക്കുമ്പോ നമ്മുടെ കുടുംബത്തിൽ, ഞാൻ അവസാനിപ്പിക്കുന്ന 1 മിനിറ്റ് കൂടിയുണ്ട് 1 മണിക്ക്, അതുകൊണ്ട് ഞാൻ 1 മണിക്ക് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. ആ 1 മിനിറ്റ് ഒന്ന് അവസാനത്തിൽ കേൾക്കുക. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ എവിടെയോ ഉണ്ടാകും ഒരു പാവം മനുഷ്യ സ്ത്രീ ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു പാവം മനുഷ്യൻ ഇരിക്കുന്നുണ്ടാകും, ഇതുവരെ വീടാകാത്ത ആളിരിക്കുന്നുണ്ടാകും. നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കുടുംബ സംഗമം നടത്തി നല്ല രീതിയിൽ പിരിഞ്ഞു പോകുമ്പോ ആ പാവത്തിന് വീട് എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഒരുപാട് വലിയ വീടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ചെറിയ രീതിയിലെങ്കിലും സംഭാവനകൾ കൊടുത്ത് ആ പാവം മനുഷ്യനൊരു വീടുണ്ടാകുമ്പോ നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിന്റെ വീടിന്റെ കുടിയിരുത്തത്തിന് നിങ്ങൾ പോകണം, അതിന്റെ കുറ്റൂശക്ക് നിങ്ങൾ പോകണം. ആ പാവത്തിന് എല്ലാവർക്കും ബിരിയാണി തരാൻ കഴിയില്ല. പച്ചവെള്ളം കുടിച്ചിറങ്ങി പോരുമ്പോ ആ പാവം സ്ത്രീയുടെ അരികിൽ 2 കുരുന്നു മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാകും. എന്റെ കുടുംബം, ഇവരാണ് ഞങ്ങൾക്ക് അത്താണിയായൊരു വീട് തന്നത് എന്ന്. അങ്ങനെ വീടിന് വേണ്ടി സഹായിക്കാൻ നമുക്ക് പറ്റണം. അതല്ല, നമ്മുടെ കുടുംബത്തിൽ ഒരു കിഡ്നി രോഗി ഉണ്ടെന്ന് വെക്കുക, ഡയാലിസിസ് നടത്താൻ 15,000 20,000 രൂപ ഓരോ മാസത്തിലും വേണം. അങ്ങനെ ഡയാലിസിസിന് വേണ്ടി പോകുമ്പോ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡയാലിസിസിന് വേണ്ടി പോകുമ്പോ മാസത്തിൽ അത് കൊടുക്കുന്ന ആ 15,000 രൂപയിൽ ഒരു 100 രൂപയെങ്കിലും നമ്മുടേതുണ്ടായിരിക്കണം. അങ്ങനെ കുടുംബത്തിലെ അഗതികളെ, കുടുംബത്തിലെ അനാഥരെ, കുടുംബത്തിലെ വിധവകളെ, കുടുംബത്തിലെ പാമരരെ, മൊത്തത്തിൽ എല്ലാവരെയും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ചടുലമായ ഒരു കുടുംബമായി ഈ ഉളിയത്ത് ഫാമിലി ആകട്ടെ എന്ന പ്രാർത്ഥനയോടെ
മരിച്ചു പോകുന്നതിന് മുമ്പേ ഇതെല്ലാം നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ സംഗമം കൂടിയത് അതിനാണ്. ഈ കുടുംബം ഒന്നിച്ചിരിക്കുമ്പോ ആ സ്നേഹം പങ്കുവെക്കുക. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെ പിരിയുമ്പോ ഇതിനൊക്കെ പ്രതിവിധി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ മക്കളെ ദീനീപരമായി വളർത്തുക. നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുപോവുക. ഉന്നതമായ അവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടു പോവുക. ഇതുപോലെയുള്ള ചെറുപ്പക്കാരായ ആളുകളെ കളിയാക്കാതെ കൊച്ചാക്കാതെ സ്നേഹത്തോടു കൂടി അവരെ കൂടെ കൂട്ടുക. മക്കൾക്ക് ചുംബനം നൽകി മാതാപിതാക്കളെ സ്നേഹിച്ച് ഉമ്മാമയോട് കഥ പറഞ്ഞ് ഉമ്മാമയുടെ മടിയിൽ കിടന്ന് കഥ കേട്ട് അങ്ങനെ വീണ്ടും ആ പറയുന്ന ഈ അരിമണി വറുത്തതും ചായയും എന്ന ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ ഒളിയത്ത് ഫാമിലിക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.